കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചെന്തരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. 1984 ഈ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തെന്മലയാണ് ചെന്തരുണി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തൂപ്പുഴ വനത്തിന്റെ ഭാഗമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെ? 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1 ജി ശങ്കരക്കുറുപ്പ്. 1965 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. കൃതി ഓടക്കുഴൽ. എസ് കെ പൊറ്റക്കാട്ട്. 1980 കൃതി ഒരു ദേശത്തിന്റെ കഥ. 1984 സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ലഭിച്ചു. 1995 എം ഡി വാസുദേവൻ നായർ സമഗ്ര സംഭാവനയ്ക്ക്. ONV കുറുപ്പ് 2007 സമഗ്ര സംഭാവനയ്ക്ക്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? നർമ്മദ നദി. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പ്രധാനമായും നർമ്മദ നദി ഒഴുകുന്നത്. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദീതീരത്താണ്. എന്താണ് ലോക്പാൽ? ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ പൊതു താൽപര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു അഴിമതി വിരുദ്ധ അതോറിറ്റിയാണ് ലോക്പാൽ. ലോക്പാലിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. സർക്കാർ തലത്തിലും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തും നടക്കുന്ന അഴിമതി തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്ന നിയമത്തിന്റെ ഭാഗമായാണ് ലോക്പാൽ ബിൽ. 1966 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഭരണ പരിഷ്കാര കമ്മീഷനാണ് അഴിമതിക്കെതിരായി ഇത്തരമൊരു ബില്ലിനെ കുറിച്ചുള്ള നിർദ്ദേശം സമർപ്പിച്ചത്. ഇന്ത്യൻ പാർലമെന്റ് 2013 ലോക്പാൽ നിയമം പാസാക്കുകയും 2014 ഇത് നിലവിൽ വരികയും ചെയ്തു. എന്നാൽ ലോക്പാൽ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത് 2019 എന്താണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി? 1931 മാർച്ച് 5 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഗാന്ധിജിയും ബ്രിട്ടീഷ് വൈസ്രോയ് ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. 2ാം വട്ടമേശ സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ഇന്ത്യക്ക് സ്വയം ഭരണ പദവി നൽകുമെന്ന് 1929 ഇർവിൻ പ്രഭു പ്രഖ്യാപിച്ചിരുന്നു. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും 8 തവണ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുന്നതും രാഷ്ട്രീയ തടവുകാരെ യാതൊരു ഉപാധികളും കൂടാതെ വിട്ടയക്കുന്നതും ഉടമ്പടിയിലെ പ്രധാന നിർദ്ദേശങ്ങളായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? ആമുഖം എന്ന ആശയം US ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 1976 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് ആമുഖം ഭേദഗതി ചെയ്തത്. 1949 അംഗീകരിച്ച ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഭരണഘടനയുടെ 42ാം ഭേദഗതിക്ക് ശേഷമാണ് ഈ വാക്കുകൾ ചേർക്കപ്പെട്ടത്. ആമുഖത്തിന്റെ പേജ് രൂപകൽപ്പന ചെയ്തത് ബെഹർ റാം മനോഹർ സിൻഹയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് നന്ദലാൽ ബോസ് ആണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.